വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങന്റെ ഒപ്പം റീലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തമിഴ് നടനായിട്ടുള്ള ചിയാൻ വിക്രമിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം. പുള്ളി ഇപ്പോ നല്ലൊരു വള്ളിയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഫേമസ് ആക്ടറായിട്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വിക്രമിനെ പോലെ ഒരാളൊക്കെ റീൽ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ലാർ ഗിബൺ എന്ന് പറയുന്ന ഒരു റയർ ആയിട്ടുള്ള കുരങ്ങനാണ്. ആ സാധനത്തിനെ ഈ പുള്ളിക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് വൻ ചർച്ചാ വിഷയമായിരിക്കുന്നത്. റീല് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഈ വൈൽഡ് ലൈഫ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളവരും ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇത് എവിടുന്ന് കിട്ടി, ഇത് എങ്ങനെ കിട്ടി, എപ്പോൾ വളർത്തി? ചോദ്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങി. അയ്യോ, ഇത് പണിയായോ? സംഭവം അങ്ങനെ ചോദിച്ച് അവസാനം വനംവകുപ്പിന്റെ ചെവിയിലും എത്തി. ഇത് പണിയാവുമെന്ന് മനസ്സിലായപ്പോൾ വിക്രം നൈസിൽ ആ റീൽ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അത് പോരല്ലോ, ഇതൊക്കെ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ടീംസ് ഉണ്ടാവും. അവർ ഈ സാധനം എടുത്തിട്ട് ചർച്ചാ വിഷയമാക്കി. വനംവകുപ്പ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത് എവിടുന്ന് കിട്ടി, ഇത് എപ്പോൾ വളർത്താൻ തുടങ്ങിയതാണ് എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. സംഭവം ഇത് നടന്നിരിക്കുന്നത് വിക്രമിന്റെ മകളുടെ ഹസ്ബൻഡിന്റെ ഒരു ഫാം ഹൗസിലാണ്. അവിടെ ഇതുപോലെ വേറെയും പെറ്റുകളുണ്ട്. അക്കൂട്ടത്തില് ഇതാണ് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയപ്പോ ഒരു റീൽ ഇട്ടതാണ്. സംഭവം എന്തായാലും ഇപ്പൊ പണിയായിട്ടുണ്ട്. ഇനി അതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും. കാരണം വനം വകുപ്പിന് വ്യക്തമായ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ സംഭവം വലിയ വിഷയമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് വരും. ഒന്നാമത് പല ജീവികളും വംശനാശം നേരിട്ടിട്ട് കാണാൻ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇവർക്കൊക്കെ ഇത് വീട്ടിൽ വളർത്താനുള്ള സെറ്റപ്പ് കിട്ടുന്നത്. മണി മേക്സ് പവർ എന്നാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് അവരുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ചൊരു ആവാസ വ്യവസ്ഥയിൽ വേണം അവർ ജീവിക്കാൻ. അല്ലാത്തൊരു സ്ഥലത്ത് അവർ അഡോപ്റ്റ് ആയി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരിക്കണം ഇവിടെ ഇവർ വളർത്താൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം അത് ഇണങ്ങിയ രീതിയിലാണ് വിക്രമിനോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ജീവി അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. വന്യജീവികളാണ്, നമ്മൾ നോർമലി പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന പട്ടിയോ പൂച്ചയോ പോലെയല്ല. അവര് കാട്ടിൽ വളരേണ്ടവരാണ്. അവരെ ഇതുപോലെ വീട്ടിലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലോ വളർത്തുന്നത് ശരിയല്ല. വിക്രമിനെ പോലെ ഒരു ആക്ടറൊക്കെ സൊസൈറ്റിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സംഭവം വിക്രമിനെ നമുക്ക് ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര ഒരു നല്ല ആക്ടറാണ്. അതുപോലെ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. ഭയങ്കര കാമായിട്ടുള്ളൊരു ഒരു പാവം മനുഷ്യൻ. ഇത് ഇങ്ങനെ ഒരു വിഷയമുള്ള കാര്യമെന്നൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്താ വെച്ചാ, പുള്ളിയെ പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഒന്ന് കാലനക്കി കഴിഞ്ഞാൽ അത് ന്യൂസാണ്. അപ്പോഴാണ് ഇതുപോലത്തെ ഒരു വിഷയമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും വിടില്ല. പെട്ടെന്ന് ഈ സംഭവമൊക്കെ സ്പ്രെഡ് ആയി പോകും. അതുകൊണ്ട് ഇവരൊക്കെ കൂടുതൽ സൂക്ഷിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി പെടുമ്പോ.